അതേപോലെ നിങ്ങളെ കൊണ്ടും കഴിയും. ഈ 2026 കുറച്ച് മാസങ്ങൾ നിങ്ങൾ ഒരു 6 മാസം ഞാൻ പറയുന്നുള്ളൂ. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷ എപ്പോൾ കണ്ടക്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതായത് പല ആൾക്കാർക്കും ആ ഒരു അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രാക്കിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, റെയിൽവേ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വളരെ കൃത്യമായിട്ട് ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാമും അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്ത് അതിൽ റാങ്ക് ലിസ്റ്റ് ഫോം ചെയ്ത് അതിൽ നിന്ന് പാനൽ ലിസ്റ്റിലൂടെ ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷവും വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് 2026 CBT 1ഉം CBT 2ഉം അതേപോലെ മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് 2026 തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ലാഗും വരാൻ പാടില്ല. വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്. നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കും പോലെ ഒരു വർഷം മുഴുവൻ പഠിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ഇനി നിങ്ങൾക്ക് മുമ്പിൽ അതിന് മാത്രം സമയമില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ RRB പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സാം കലണ്ടറാണ്. ഇത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ RRBയുടെ എക്സാംസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ കലണ്ടറാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ എക്സാംസിൻ്റെതല്ല, അതായത് 2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക കലണ്ടറാണ് റെയിൽവേ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് 2026 നോട്ടിഫിക്കേഷൻ എപ്പോൾ വരണം, 2026 ഓരോ എക്സാംസുകളുടെയും ഒരു കലണ്ടർ റെയിൽവേ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതിനർത്ഥം റെയിൽവേ അത്രയും പ്ലാൻഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാനുവരി മാർച്ചിൽ തന്നെ, അതായത് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. മിക്കവാറും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഒരു ഫെബ്രുവരി മാർച്ച് മാക്സിമം ഒരു ഏപ്രിലൊക്കെ ആകുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. അതേപോലെ തന്നെ ഏപ്രിൽ ജൂണിൽ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെത് വരും, അതും ഒരു മാർച്ച് ഏപ്രിലിൽ വരും. അതേപോലെ സെക്ഷൻ കൺട്രോളറുണ്ട് JEE നമ്മൾ ആഗ്രഹിക്കുന്ന എക്സാം അല്ലേ, ജൂനിയർ എഞ്ചിനീയർ എക്സാം ജൂലൈ 2026 കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം ഇപ്രാവശ്യത്തെ RRB JEEയുടെ പ്രോസസ്സ് ഒരു പക്ഷേ ജൂലൈയോട് കൂടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കാം റെയിൽവേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ശരിയല്ലേ? അതായത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ 2026 നോട്ടിഫിക്കേഷനാണ്. അത് ജൂലൈയിൽ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാം 6 മാസത്തിനുള്ളിൽ അതിൻ്റെ എല്ലാ പ്രോസസ്സും റെയിൽവേ കംപ്ലീറ്റ് ചെയ്തേക്കാം. ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ മൈൻഡിൽ വെക്കുക എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ RRB JEE എക്സാം ഇത്തവണ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് മാർച്ചിലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഒരിക്കലും ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ. നിങ്ങളങ്ങനെ കാണുകയും വേണ്ട. കാരണം നിങ്ങൾക്ക് ആ ഒരു അൺസർട്ടനിറ്റി മാറിക്കിട്ടാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകാനുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRB JEE കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഏറ്റവും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങളൊരു പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് വൈഡായിട്ട് എവിടെയെങ്കിലും ഒന്നും പഠിച്ചിട്ട് കാര്യമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് എഴുതി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സുകൾ റെക്ടിഫൈ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, RRB പോലുള്ള എക്സാംസുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ എക്സാം ജസ്റ്റ് എഴുതി പോരുക എന്നുള്ളതല്ലാണ്ട് അതിലൊരു മാറ്റവും സംഭവിക്കില്ല. 2026 എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇയർ ആയിട്ട് മാറണം. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം. ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെയൊക്കെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ടാവും അല്ലേ. ഒരു ജോലി എത്താത്തതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് മുന്നിലൂടെ ഒരു ജോലി നേടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജോലിയിൽ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നിൽ ഒരു കച്ചിത്തുരുമ്പാണ്. അത് നിങ്ങൾ പിടിച്ച് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2018 റെയിൽവേ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ കോമ്പറ്റീഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഉറങ്ങാതെ നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അന്ന് എക്സാംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ നിങ്ങളെ കൊണ്ട് കഴിയും. ഈ 2026 കുറച്ച് മാസങ്ങൾ നിങ്ങൾ ഒരു 6 മാസം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ വെറും 6 മാസം നിങ്ങൾ ഈ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ ലൈഫ് ലോങ് ഉള്ള ഒരു സക്സസും അതേപോലെ അത്രയും സെറ്റിൽഡ് ആയിട്ടൊരു ലൈഫുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയുടെ RRB ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഏത് ബ്രാഞ്ചസിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിലും എൻട്രിയുടെ RRB
RRB JEE ബാച്ചിൽ CBT 1 ക്ലാസ്സുകളും CBT 2 ക്ലാസ്സുകളും അതേപോലെ തന്നെ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഗൈഡൻസും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു സ്റ്റഡി മെറ്റീരിയലും റെഫർ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് എൻട്രിയുടെ RRB JEE ബാച്ച് ലഭിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്നാണ് എൻട്രിയുടെ RRB JEE റിസൾട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ RRB JEE റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27ഓളം ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, RRB JEE എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും മികച്ച റിസൾട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, RRB JEE നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ സക്സസ് സ്റ്റോറിയൊക്കെ നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങളായിരിക്കും ഇത്തരത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഇത്തരം സക്സസ് സ്റ്റോറീസുമായിട്ട് എൻട്രിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ എൻട്രിയുടെ ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജിയും ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള റിസൾട്ടുകളുമുള്ള ഈ ഒരു RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? വിഷ് യു ഓൾ ദ ബെസ്റ്റ്.